കേരള കോൺഗ്രസ് പിളർപ്പിലേക്കോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PJ ജോസഫ് ആവർത്തിച്ച് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുമായി കൊച്ചിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം PJ ജോസഫ് UDF വിട്ടാൽ ഇടതുമുന്നണി സ്വാഗതം ചെയ്യുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു വ്യക്തമാക്കി. വശത്ത് ലോക്സഭാ സീറ്റിനെ ചൊല്ലിയുള്ള അതൃപ്തി പുകയുന്നു. മറുവശത്ത് പാർട്ടി ചെയർമാനാകുക ലക്ഷ്യമിട്ട് ജോസ് കെ മാണിയുടെ കേരള യാത്ര. ഇതിനിടയിലാണ് സമാധാന സന്ദേശം എന്ന പേരിൽ തലസ്ഥാനത്ത് PJ ജോസഫിന്റെ പ്രാർത്ഥനായജ്ഞം അരങ്ങേറിയത്. ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ബാനറിൽ നടത്തപ്പെട്ട പ്രാർത്ഥനായജ്ഞത്തിൽ PC ജോർജിന്റെ സാന്നിധ്യമാണ് ഏറെ ശ്രദ്ധേയമായത്. UDFന്റെ ഭാഗമാകാനുള്ള നീക്കങ്ങൾ ജോർജ് നടത്തിവരികയും മാണി ഗ്രൂപ്പ് ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ജോസഫ് സംഘടിപ്പിച്ച പരിപാടിക്ക് ജോർജ് എത്തിയത്. പരിപാടിയുടെ ആദ്യ അവസാനം പങ്കെടുത്ത PC ജോർജ് മാണിക്കെതിരെ ഒളിയം പെയ്യാനും മറന്നില്ല. ഗാന്ധിജി സ്റ്റഡി സെന്റർ നേതാവ് PJ ജോസഫ് ഇന്ന് അദ്ദേഹം പ്രാർത്ഥനാ യോഗം നടത്തുന്നത് അഴിമതിക്കും കോഴയ്ക്കുമെതിരായിട്ടാണ്. മനസ്സിലാക്കണം, അഴിമതിക്ക് മാത്രമല്ല കോഴയ്ക്കും കൂടെ എതിരായിട്ടുള്ള ഒരു സമരമാണ്. അപ്പോൾ ആ സമരത്തിൽ അദ്ദേഹം വിളിക്കാതെ തന്നെ പങ്കെടുക്കുക എന്നതാണ് മര്യാദ. അതുകൊണ്ട് ആ സമരം വളരെ അർത്ഥവത്താണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി മാത്രമല്ല കോഴയും അവസാനിപ്പിക്കണം. അതേസമയം മുൻകാലങ്ങളിൽ പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിലെത്തിയപ്പോഴൊക്കെ ജോസഫ് ഗാന്ധി സ്റ്റഡി സെന്ററിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ജോർജിനെ കൂടാതെ മാണി ഗ്രൂപ്പ് പക്ഷക്കാരായ N ജയരാജ് MLA, തോമസ് ഉണ്ണിയാടൻ, CF തോമസ് MLA എന്നിവരും ജോസഫ് ഗ്രൂപ്പുകാരായ മോൻസ് ജോസഫ് MLA, TU കുരുവിള അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു. പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി കേരള യാത്ര നടത്തുമ്പോൾ സംഘടിപ്പിച്ച പരിപാടിക്ക് പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നായിരുന്നു PJ ജോസഫിന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. ഞങ്ങളിത് വർഷങ്ങളായി നടത്തുന്ന പരിപാടിയാണ്. 24 തിരുവനന്തപുരം. ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് നേതാവ് ശ്രീ സ്റ്റീഫൻ ജോർജ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, മാധ്യമപ്രവർത്തകൻ ശ്രീ NP ചേക്കുട്ടി, കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത്. ശ്രീ സ്റ്റീഫൻ ജോർജ്, കേരള കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോൾ കാണുന്ന എല്ലാ രംഗങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു പിളർപ്പിലേക്ക് പോകുമോ കേരള കോൺഗ്രസ്? കേരള കോൺഗ്രസ് ഒരു കാരണവശാലും പിളർപ്പിലേക്ക് പോകില്ല. ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറും കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കളും ഇന്ന് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനായജ്ഞം നടത്തിയത് അത് പാർട്ടി അറിഞ്ഞ് നടത്തിയ പരിപാടിയാണ്. അത് ജോസ് കെ മാണിയുടെ കേരള യാത്ര തീരുമാനിക്കുന്നതിന് മുമ്പ് തീരുമാനിച്ച പരിപാടിയാണ്. ജനുവരി മാസം 30 പ്രാധാന്യമുണ്ട്, രക്തസാക്ഷി ദിനം. ആ ദിനം വേറെയില്ല, അത് ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പരിപാടി തിരുവനന്തപുരത്ത് നടത്തിയത് സ്വാഗതാർഹമാണ്. അതിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് പിളരുമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ആരെങ്കിലും ധരിക്കുകയോ ആരെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്താൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. കേരള കോൺഗ്രസിൻ്റെ രക്തം കുടിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ അവിടെ ആഗ്രഹം ഒരു കാരണവശാലും നടപ്പാക്കാൻ പോകുന്നില്ല. കേരള കോൺഗ്രസ് യാതൊരു ഐക്യക്കുറവുമില്ല. പക്ഷേ ശ്രീ സ്റ്റീഫൻ ജോർജ്, ഞാൻ ആദ്യ ചോദ്യം തന്നെ അങ്ങനെ ഉറപ്പിച്ച് ചോദിക്കാൻ കാരണം കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ കൃത്യമായി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ, ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ PJ ജോസഫും KM മാണിയും ഒരുമിച്ചുണ്ടാവില്ല എന്ന് തന്നെയാണ്. ആ മട്ടിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരള യാത്ര നടക്കുകയാണ്. ആ കേരള യാത്രയിൽ PJ ജോസഫിന്റെ സാന്നിധ്യം കാര്യമായില്ല, മറ്റു മുതിർന്ന നേതാക്കളോട് ആലോചിച്ചിട്ടില്ല. ഇതെല്ലാം നീറിപ്പുകയുന്നുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്നത്തെ ഈ യോഗത്തിൽ. അതായത് PJ ജോസഫിന്റെ പരിപാടിക്ക് വന്നിരുന്ന കേരള കോൺഗ്രസിന്റെ MLA-മാരുടെ അടക്കം നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഇന്ന് അസംബ്ലി നടക്കുന്ന ദിവസമായതുകൊണ്ട് കേരള കോൺഗ്രസ് MLA-മാരൊക്കെ അവിടെ ഉണ്ട്. അത് KM മാണി സാറോ പാർട്ടിയോ അറിയാതെ അല്ല, അവരെല്ലാം അറിഞ്ഞാണ് ആ പരിപാടി പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ സമര പരിപാടിയിലേക്ക് പോകാൻ കൂട്ടാക്കിയിട്ടുമില്ല. ഇല്ല, അത് പറഞ്ഞുതരാം. റോഷി അഗസ്റ്റിനും ജോയി എബ്രഹാമും ജോസ് കെ മാണിയുടെ ജാഥയോടൊപ്പം സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്. അതങ്ങ് തുടങ്ങിയ സമയം മുതൽ കാസർഗോഡ് മുതൽ അവർ ജാഥയോടൊപ്പമുണ്ട്. മാണി സാറിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം ഇന്ന് പാലായിലാണ്. അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അസംബ്ലി പങ്കെടുക്കാത്തത്.
അതുകൊണ്ട് ഇതിനെ അങ്ങനെ കാണേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും കേരള കോൺഗ്രസിൻ്റെ പിളർപ്പിലേക്ക്, കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്ന നിലയിൽ കാണേണ്ടതില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറയുന്നെങ്കിൽ ബഹുമാനപ്പെട്ട മാണി സാറോ പി ജെ ജോസഫ് സാറോ ഒന്നും പറയുന്നില്ല. ജോസഫ് സാർ പ്രസംഗത്തിൽ പറഞ്ഞു ഇതിന് രാഷ്ട്രീയമായ കാണേണ്ടതില്ല, രാഷ്ട്രീയമായ മാനങ്ങളിതിനില്ല. അതുപോലെ തന്നെ മാണി സാർ ആ മട്ടിലുള്ള ഒരു പിന്തുണ കെ എം മാണിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. അല്ല, 100% ഉണ്ട്. ഇന്ന് പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി വൈസ് ചെയർമാൻ യാത്രക്കിടയിൽ പത്രസമ്മേളനത്തിൽ ശക്തമായി ആവശ്യപ്പെട്ടു 2 സീറ്റ് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കും. അത് ബഹുമാനപ്പെട്ട മാണി സാറും പറഞ്ഞു അത് പാർട്ടിയുടെ നിലപാടാണ്. UDF യോഗത്തിലേക്ക് മാണി സാറിനെ ഹോസ്പിറ്റലൈസ് ചെയ്തുകൊണ്ട് അന്ന് പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലാണ് UDF യോഗത്തിലേക്ക് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പോയത്. അതുകൊണ്ടാണ് പി ജെ ജോസഫ് സാർ അന്ന് പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അത് 2 അഭിപ്രായം അക്കാര്യത്തിലില്ല. കേരള കോൺഗ്രസിന് 2 സീറ്റിന് അർഹതയുണ്ട്, അത് ലഭിച്ചിരിക്കും. 2 സീറ്റിലും കേരള കോൺഗ്രസ് മത്സരിക്കും, 2 സീറ്റിലും കേരള കോൺഗ്രസ് ജയിക്കും. ഇന്നലെ കെ എം മാണി സാർ പറഞ്ഞ പോലെ അങ്ങനെ കേരള കോൺഗ്രസിന് കിട്ടുന്ന സീറ്റിൽ നല്ല ഊതിക്കാച്ചിയ പൊന്നുപോലുള്ള സ്ഥാനാർത്ഥികൾ വരികയും ചെയ്യും. അതിനൊന്നും ഒരു തർക്കവും ഇല്ല. അത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ചില ആളുകൾക്ക് കേരള കോൺഗ്രസ് രക്തം കുടിക്കാൻ ആഗ്രഹമുണ്ട്, ഇത് പിളരണമെന്ന് ആഗ്രഹമുണ്ട്. അത് പക്ഷേ നടക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടി ആ ആളുകൾ വെച്ച വെള്ളം വാങ്ങിയാൽ മതി. ഒരു കാരണവശാലും ശ്രീ ആന്റണി രാജു, ഈ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പിന്റെ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കേരള കോൺഗ്രസിന്റെ വിവിധ പിളർപ്പുകളിൽ താങ്കളൊപ്പം ഉണ്ടായിരുന്നു. അതിന്റെ സാഹചര്യം എന്താണെന്ന് താങ്കൾക്ക് അറിയാം. ഇപ്പോൾ ഈ 2 സീറ്റ് എന്ന വാദം പി ജെ ജോസഫ് ആവർത്തിച്ചുന്നയിക്കുമ്പോൾ അതിന് വേണ്ട പിന്തുണ കേരള കോൺഗ്രസിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അല്ല, കേരള കോൺഗ്രസിനകത്ത് അഭിപ്രായ ഭിന്നതയുണ്ട്, അല്ലെങ്കിൽ അതൊരു 2 വഴിയിലേക്ക് നീങ്ങുന്ന, അല്ല 2 പോകുന്നു എന്ന് സൂചന ലഭിച്ചത് ഞങ്ങളാരും പറഞ്ഞതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ലത്. മറിച്ച് പി ജെ ജോസഫ് സാറാണ് ഇക്കാര്യത്തിൽ ആദ്യമായി തങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള പ്രസ്താവന 4 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തി. അദ്ദേഹം പറഞ്ഞെന്താ, പാർട്ടിയിൽ മതിയായ ചർച്ച നടത്താതെയാണ് ജോസ് കെ മാണിയുടെ യാത്ര നടത്തുന്നത്, പാർട്ടിയിൽ നിന്നും ഈ ജാഥയ്ക്ക് പിന്തുണ ലഭിക്കുന്നില്ല, ലയനത്തിൻ്റെ പ്രയോജനം ഗുണം പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രസ്താവന നടത്തിയത് ഞങ്ങളാരുമല്ല. അത്തരമൊരു പ്രസ്താവന പി ജെ ജോസഫ് സാറിനെ പോലെ സമുന്നതനായൊരു നേതാവ്, മിതഭാഷിയായൊരു നേതാവ്, എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാതെ നാവിൽ നിന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ലാത്തൊരു നേതാവിൻ്റെ, പി ജോസ് സാറിനെ പോലുള്ള നേതാവിൻ്റെ വായിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയിലുള്ള അസ്വസ്ഥത, അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്നും ലഭിക്കുന്ന അവഗണന, അദ്ദേഹം പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള പാർട്ടിയിൽ ഒരു വിഭാഗത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തോടെ ഒന്നും ആലോചിക്കാതെ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നൊരവസ്ഥ, ഇതിലൊക്കെ കുറേ നാളുകളായി അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ബാക്കിയുള്ള ആളുകളെയും അവഗണിക്കുന്നതിൽ ശക്തമായ മനോവേദനയോടുകൂടിയാണ് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടി ഒരു തീരുമാനമെടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല 2 സീറ്റിന് വേണ്ടി. കാരണം ആദ്യമായി 2 സീറ്റ് എന്നുള്ള ആവശ്യം UDF ഉന്നയിക്കുന്നത് പി ജെ ജോസഫ് സാറാണ്. അന്ന് ആ യോഗത്തിൽ ജോസ് കെ മാണി ഉണ്ടായിരുന്നു, പക്ഷേ ഒരക്ഷരം മിണ്ടിയില്ല. പി ജെ ജോസഫ് സാറാണ് ആദ്യമായി 2 സീറ്റ് എന്നുള്ള ആവശ്യം പരസ്യമായി UDF യോഗത്തിൽ ഉന്നയിച്ചത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയോട് പോലും ആദ്യം ആ സീറ്റിൻ്റെ കാര്യം ആവശ്യപ്പെട്ട പി ജെ ജോസഫ് സാറാണ്. ആ യോഗം കഴിഞ്ഞ് പുറത്തു വന്ന പത്രസമ്മേളനം നടത്തുമ്പോൾ സീറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ മാണി സാർ 2ാമത്തെ സീറ്റിൻ്റെ കാര്യം പറയാതെ മടിച്ചു നിന്നപ്പോൾ അടുത്ത് നിന്നുകൊണ്ട് പി ജെ ജോസഫ് സാറാണ് 2 സീറ്റ് ചോദിച്ച കാര്യം മാധ്യമങ്ങളോട് പറയാൻ മാണി സാറിനെ നിർബന്ധിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാരണവശാലും മാണിക്ക് 2 സീറ്റ് കിട്ടുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഇതിനേക്കാൾ കൂടുതൽ MLA ഉണ്ടായിരുന്ന, ഞങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്ന 2014 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 1 സീറ്റിനപ്പുറം വേണ്ട എന്ന് വാദിച്ചവരാണ് ഇവരെല്ലാം തന്നെ. ഇപ്പോൾ ഈ പാർട്ടിക്ക് MLA-മാരുടെ എണ്ണം കുറഞ്ഞു, പാർട്ടി തന്നെ പിളർന്നു. എന്നിട്ട് എന്ത് പുതിയ നിലപാട് പാർട്ടിക്ക് തന്നെയായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെയും നിലപാട് 1 സീറ്റ് മതി എന്നതായിരുന്നു. ഇപ്പോൾ ഈ 2 സീറ്റ് എന്ന ആവശ്യം യഥാർത്ഥത്തിൽ പി ജെ ജോസഫ് ഉന്നയിക്കുന്നതും 2 സീറ്റിന് വേണ്ടിയാണോ? അതിനും അപ്പുറത്ത് കേരള കോൺഗ്രസിൽ ഈ ആഭ്യന്തര പ്രശ്നം നിലനിൽക്കുന്നു എന്നത് ജനവും അറിയണം, UDF അറിയണം. ആ മട്ടിൽ ഒരു പിളർപ്പിലേക്ക് തന്നെ ഒരുപക്ഷെ പോയാൽ അത് എൻകാഷ് ചെയ്യണം. അതല്ലേ യഥാർത്ഥത്തിൽ പി ജെ ജോസഫ് ഉദ്ദേശിക്കുന്നത്? അത് ഏതാണ്ട് ഒരു പരിധിവരെ പി ജെ ജോസഫ് അതിലേക്ക് വരികയാണ്. പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തന്നെ അറിയാം 2 സീറ്റ് എന്നുള്ള വാദം ഇപ്പോൾ ഉന്നയിക്കാൻ കഴിയില്ല, കിട്ടുകയില്ല. മറിച്ച് UDF-ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്തിന് മാണിയോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു മാണിയുമായി വേർപിരിയുന്നതിനുള്ള
ഈ ഒരു സാഹചര്യം ഒരുക്കുക, അതിനുള്ളൊരു പാത ഒരുക്കുക, അതിനുള്ള കാരണമുണ്ടാക്കുക. അതിനുള്ള ആദ്യത്തെ വെടിയാണ് 2 സീറ്റ് എന്നുള്ള വാദം പി ജെ ജോസഫ് സാർ ഉന്നയിച്ചിരിക്കുന്നത്. അത് നടക്കാതെ വരുമ്പോൾ ആ പാർട്ടിക്കകത്തുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും, മുന്നണിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒരു ഒത്തുതീർപ്പെന്നുള്ള വ്യവസ്ഥയിൽ UDF-നകത്ത് തന്നെ മറ്റൊരു കക്ഷിയായി പി ജെ ജോസഫ് സാറിനും കൂട്ടർക്ക് നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ 2 സീറ്റ് എന്നുള്ള വാദത്തിൻ്റെ വിഷയം അവസാനിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ എന്തൊക്കെയാണ് അതിൻ്റെ പേരിൽ നടക്കാൻ പോകുന്നുള്ള അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ പാർട്ടിക്ക് ഇനി ഒരുമിച്ച് ഒരു പാർട്ടിയായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത വിധത്തിൽ ആ പാർട്ടിക്ക് അത് അഭിപ്രായം ഭിന്നത. കാരണം ഇവിടെ പറഞ്ഞല്ലോ, പക്ഷേ ശ്രീ ആന്റണി രാജു, അത് ആ മട്ടിൽ പോകുമോ? കാരണം ഈ KM മാണിക്കൊപ്പം നിൽക്കുന്നവർ, അല്ലെങ്കിൽ ജോസ് കെ മാണിക്കൊപ്പം, KM മാണി എന്നുകൂടി അതിനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്നവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു തിരിച്ചടിയല്ലേ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ പി ജെ ജോസഫിന് ലഭിക്കുന്ന പിന്തുണ? ആ 4 MLA-മാർ അവിടെ പങ്കെടുക്കുന്നു എന്നതാണ് ആ പരിപാടിയിൽ. അദ്ദേഹം 4 MLA-മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നതല്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ മാണിക്കൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ തന്നെ ധാരാളം പേർ ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. അല്ല, ഇന്നത്തെ പക്ഷേ പരിപാടിയിൽ മാണി വിഭാഗത്തിൽ നിന്ന് എന്തുമാത്രം നേതാക്കൾ പങ്കെടുക്കുന്നിരിക്കില്ല. പക്ഷേ ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ഈ മാണി ഗ്രൂപ്പിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പി ജെ ജോസഫ് സാറിൻ്റെ വിഭാഗത്തിലുള്ള ആളുകൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള സന്ദേശം അവർ കൊടുത്തിട്ടുണ്ട്. അത്രയേറെ പരസ്യമായ അവഗണന അവരോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സന്ദേശം പി ജെ ജോസഫ് സാറിൻ്റെ ചെവികളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് ജോസ് കെ മാണിയെ സംബന്ധിച്ച് ആരെല്ലാം പോയാലും ഒരു ചെറിയ പാർട്ടിയായി, ജോസ് കെ മാണിയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പാർട്ടിയായി, ശ്രീ അനൂപ് ജേക്കബിൻ്റെ ഒരു പാർട്ടിയെ പോലെ ഒറ്റയ്ക്ക് ഒതുങ്ങിയാലും ഒരു മന്ത്രിസ്ഥാനമൊക്കെ മതി എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ആ പാർട്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആലോചിച്ച് തീരുമാനിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന കാലത്ത് ഒരു സീറ്റ് മതി എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ ആന്റണി രാജു പറഞ്ഞത് അതിശയോക്തികരമല്ല. വേണമെങ്കിൽ ആ മട്ടിലും ചിന്തിച്ചു പോയേക്കാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MP ചേക്കുട്ടി, ഇതാണ് പരസ്യമായി അനിഷ്ടം പി ജെ ജോസഫ് അറിയിച്ചിട്ടുണ്ട്. ആ മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ കൗതുകകരമായ കാര്യം, മാണിക്കൊപ്പം നിന്നിരുന്ന, KM മാണിക്കൊപ്പം നിന്നിരുന്ന CF തോമസ് ആയിക്കോട്ടെ, അതുപോലെ മറ്റേ ജയരാജ് MLA ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള നേതാക്കളെല്ലാം പി ജെ ജോസഫിനൊപ്പം ഈ ഘട്ടത്തിൽ അണിനിരക്കുന്ന ചിത്രം കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിൽ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസിൽ പ്രത്യേകിച്ച് മാണി നയിക്കുന്ന പ്രസ്ഥാനത്തിനകത്ത് മുമ്പ് ആ പാർട്ടി ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും നേരത്തെ അവർ റെപ്രസെൻ്റ് ചെയ്തിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകളും ഒക്കെ തന്നെ അപ്രത്യക്ഷമായിട്ട് ഇതൊരു കുടുംബ ഏർപ്പാടായിട്ട് മാറുകയാണ്. ഒരു ഫാമിലി കൺസേൺ, നമ്മളിപ്പം ഒരു ഫാമിലി പ്രോപ്പർട്ടി മാതിരി KM മാണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ പാർട്ടിയെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ, അത് കേരള രാഷ്ട്രീയത്തിൽ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാണിക്ക് ശേഷം മാണിയുടെ മകൻ്റെ ആവശ്യമുള്ള സ്ഥാനമാനങ്ങൾ ഈ മട്ടിലാണ് ഇപ്പോൾ സമീപകാലത്തൊക്കെ സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൽ ഒരു കൊല്ലം ബാക്കിയുള്ള ഒരാൾ രാജിവെച്ചിട്ട് രാജ്യസഭയിലേക്ക് പോകുന്നു. കാരണം അദ്ദേഹത്തിന് ആ സ്ഥാനങ്ങളിൽ മാത്രമാണ് താല്പര്യമുള്ളത്, മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, പാർട്ടിയുടെ അജണ്ടകളെക്കുറിച്ച്, പാർട്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന ജനങ്ങളുടെ കാര്യങ്ങളിലുള്ള ഉപേക്ഷയെക്കുറിച്ച് ഒക്കെ തന്നെ വലിയ ഒരു പ്രശ്നമുണ്ടാവും. അതിൻ്റെ ഒരു റിപ്പർക്കഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ജനബന്ധമുള്ള നേതാക്കൾക്കൊക്കെ തന്നെ ഒരു തരത്തിലും ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ കേരള കോൺഗ്രസിൽ ഒന്നിച്ചിരുന്നതാണ്, പിന്നീട് പിളർന്നുപോയി, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് ജോസഫിനെ പോലെ ഒരാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോസഫിന് സ്വന്തം ഐഡൻറ്റിറ്റി, സ്വന്തം പൊളിറ്റിക്കൽ പ്രസ്റ്റീജ് അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തെ തള്ളിക്കളിയും. ഈ ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുടെ അടിത്തറ. ആ പാർട്ടി നേരത്തെ ദീർഘകാലമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകളെയും താല്പര്യങ്ങളെയും കൂടി ബലികരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് മാത്രം പാർട്ടി ഒതുങ്ങുകയാണ്. അത് ഒതുങ്ങുന്ന സാഹചര്യത്തിൽ മറ്റൊരു നിവൃത്തിയില്ല നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ജനങ്ങൾക്കിടയിൽ നിൽക്കണമെങ്കിൽ മറ്റു ഓപ്ഷൻസ് തടം. ആ ഒരു സാഹചര്യമാണ് ഇപ്പൊ ശ്രീ സ്റ്റീഫൻ ജോർജ്, യഥാർത്ഥത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MP ചേക്കുട്ടി, ശ്രീ സ്റ്റീഫൻ ജോർജ്, എന്താണ് കേരള യാത്രയുടെ ലക്ഷ്യം? അല്ല, ഞാൻ ആർഷനോട് അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറയാം. ഈ ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ
കുറച്ച് ആളുകൾ രാഷ്ട്രീയമായി കേരള കോൺഗ്രസിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശ്രീ ജോസ് കെ മാണി രാഷ്ട്രീയത്തിൽ ഉള്ള സമയത്താണല്ലോ ഇവിടെ പി ജെ ജോസഫ് സാർ ഇങ്ങോട്ട് വന്ന് ലയിക്കുന്നത്. അന്ന് ഈ അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു. ഒരു ജോസ് കെ മാണി വന്നു എന്ന് കരുതി കുടുംബവാഴ്ചയാന്നൊക്കെ ഇദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞ ആൾ എന്ന് വെച്ചാൽ ഇവിടെ ഫ്രാൻസിസ് ജോർജ് വന്ന എന്ത് അടിസ്ഥാനത്തിൽ പക്ഷേ അന്നത്തെ ജോസ് കെ മാണി എന്നെ പോലെ അല്ലല്ലോ ശ്രീ അല്ലല്ല ഞാൻ പറയട്ടെ എനിക്ക് സമയം തന്നെ തീർച്ചയായും ഇല്ല, താങ്കൾ തന്നെ ദീർഘനേരം അല്ല ഞാൻ പറഞ്ഞു ദീർഘനേരം ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മറുപടി വേണം. എന്നെപ്പോലെ KSE പ്രവർത്തിച്ച് മർദ്ദനമേറ്റ് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു വന്ന ആ നിലയിൽ ഒരു പോലീസിൻ്റെ മർദ്ദനമോ തള്ളലോ എങ്കിലും ഏറ്റ ആളാണോ ഫ്രാൻസിസ് ജോർജ്? ആർക്കും അതിനൊരു കുഴപ്പമില്ല. ഫ്രാൻസിസ് ജോർജ് MP ആയി. അപ്പോൾ ഇവിടെ KM മാണി സാറിന് മാത്രം എല്ലാ പക്ഷിക്കും ചിലയ്ക്കാൻ വചകനും ചിലയ്ക്കാൻ മേല എന്ന് പഴഞ്ചൊല്ല് ഞങ്ങളുടെ നാട്ടിൻപ്രദേശത്ത് പറയുന്നത് പോലെ ജോസ് കെ മാണി രാഷ്ട്രീയത്തിൽ വന്നതാണോ വലിയ പ്രോബ്ലം? 2 ടേം അദ്ദേഹം കേരളത്തെ പ്രതിനിധീകരിച്ച് ഇവിടുന്ന് കോട്ടയത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ പോയി. ഇത്ര നല്ല പാർലമെൻറ്റേറിയൻ. ഞാൻ കോട്ടയംകാരനായ ഞങ്ങൾക്ക് ഈ കോട്ടയത്ത് ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. 4800 കോടിയുടെ വികസന പ്രവർത്തനം നടത്തി കഴിഞ്ഞ ഒരു ടീമിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നിട്ടെല്ലാം ഇപ്പം കേരള കോൺഗ്രസ് കുഴപ്പത്തിലാണെന്നാണ് പറയുന്നത്. എന്ത് അവഗണനയാണ് ജോസഫ് ഗ്രൂപ്പിനോട് കേരള കോൺഗ്രസ് കാണിച്ചിട്ടുള്ളത്? ഒരിക്കലും കാണിച്ചിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും PJ ജോസഫ് സാറോ മാണി സാറോ പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇന്ന് നേരത്തെ പ്ലാൻ ചെയ്ത പരിപാടി സ്റ്റീഫൻ ജോർജ് കൂടിയാലോചന ഇല്ലാതെയാണ് കേരള യാത്ര നടക്കുന്നത് എന്നത് PJ ജോസഫിന്റെ അഭിപ്രായമാണ്. ആന്റണി രാജു മനസ്സിലാക്കണം. PJ ജോസഫ് സാർ ഇന്നലെ എറണാകുളത്ത് വെച്ച് അദ്ദേഹം തലേദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുത്തി. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഇല്ല, ഞാൻ അങ്ങനെയല്ലെന്ന് പറഞ്ഞു. അതൊന്ന് കേൾക്കാത്ത മട്ടിൽ ബോധപൂർവ്വം ഈ പാർട്ടിയെ ചീത്തയാക്കാൻ ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചാനലിൽ നിന്ന് ശരി അതവിടെ നിൽക്കട്ടെ. ബാക്കി അതിന് മറുപടി ശ്രീ ആന്റണി രാജു നൽകും. അതിനു മുൻപ് ശ്രീ സ്റ്റീഫൻ ജോർജ്, എന്റെ ചോദ്യം എന്താണ് കേരള യാത്രയുടെ ലക്ഷ്യം എന്നതാണ്. എന്താണ് കേരള യാത്രയുടെ ലക്ഷ്യം? പറഞ്ഞുതരാം. കേരള യാത്രയുടെ ഒന്നാമത്തെ ലക്ഷ്യം മതേതര ഇന്ത്യ. അതിനുവേണ്ടി തന്നെയാണല്ലോ ഇന്ന് PJ ജോസഫ് സാറ് തിരുവനന്തപുരത്ത് പരിപാടി നടത്തിയിട്ടുള്ള ലോക സമാധാനത്തിന് വേണ്ടിയാണ്. അക്രമം, അഴിമതി അതുപോലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി സമാധാനം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഇന്ന് PJ ജോസഫ് സാറ് അതേ പരിപാടി നടത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടന്ന കേരള യാത്രയുടെ ലക്ഷ്യവും. എങ്കിൽ പിന്നെ PJ ജോസഫിനോട് കൂടി ആലോചിച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതെങ്കിൽ ഇത് ഈ പരിപാടി ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും അല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള കാലത്ത് ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, യാത്ര നടത്തിയപ്പോൾ ലക്ഷ്യത്തോടു കൂടി എല്ലാം നല്ലല്ലോ. അത് ജോസഫ് സാർ ഇന്നത്തെ പരിപാടിയല്ലേ പറഞ്ഞത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന്. ജോസ് കെ മാണിയുടെ യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് കേരള കോൺഗ്രസ് ചെള്ളക്കുന്നിൽ കഴിഞ്ഞ നവംബർ മാസം 14-15 തീയതികളിൽ അവിടെ കൂടിയ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ യോഗത്തിൽ അത് 14 ജില്ലാ പ്രസിഡന്റുമാരും മുഴുവൻ നേതാക്കന്മാരും ഒരുപോലെ ആവശ്യപ്പെട്ടു ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര നടത്തണം. ആ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേരളത്തെ അലട്ടുന്നു. ഇന്ത്യ ആകെ പ്രശ്നത്തിലാണ്. മോദി സർക്കാർ ആകെ കേരളത്തിലെ ഇന്ത്യയിലെയും കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. നമ്മുടെ കർഷകർക്ക് രക്ഷയില്ല. മതേതരത്വം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് എന്ന കേരള കോൺഗ്രസ് പാർട്ടി അത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഒരു യാത്ര നടത്തണം. അത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടത്തണം എന്ന് തീരുമാനിച്ചത് ബഹുമാനായ PJ ജോസഫ് സാറും മാണി സാറും ഇരിക്കുന്ന വേദിയിലാണ് ഞാനുണ്ട്. ഞാൻ സാക്ഷിയാ. ശ്രീ ആന്റണി രാജു പറയുന്നത് പോലെ അല്ല, ഞാൻ സാക്ഷിയാണ്. പക്ഷേ ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇത് ആന്റണി രാജു പറയുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ PJ ജോസഫ് പറയുന്നതാണ്. കൂടിയാലോചന, കാര്യക്ഷമമായി കൂടിയാലോചനകൾ ഇല്ല എന്നത് PJ ജോസഫിന്റെ അഭിപ്രായമാണ്. പറയുന്നില്ലല്ലോ PJ ജോസഫ് സാർ അങ്ങനെ പറയുന്നില്ലല്ലോ. അദ്ദേഹമാണല്ലോ ഈ യാത്രയ്ക്ക് പതാക കൈമാറിയത്. അങ്ങ് കാസർഗോഡ് വന്ന് ഈ ദ്വിവർണ്ണ പതാക കേരള കോൺഗ്രസിൻ്റെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് കൈമാറി ജോസ് കെ മാണി കൊടുത്തത് PJ ജോസഫ് സാറല്ലേ? നിങ്ങൾ കണ്ടില്ലേ? നമ്മളെല്ലാം കണ്ടില്ലേ? പിന്നെ എന്ത് അടിസ്ഥാനമായി ഈ ആരോപണത്തിനുള്ളത്? അദ്ദേഹം 2 സീറ്റ് ചോദിച്ചു, ശരിയാണ്. അത് അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമല്ല. ഈ ആന്റണി രാജു പറഞ്ഞല്ലോ അദ്ദേഹം ജോസ് കെ മാണി മിണ്ടിയില്ലെന്ന്. ഒരു പാർട്ടി ഒരുമിച്ചൊരു മുന്നണി യോഗത്തിൽ പോകുന്നു. ആ പാർട്ടിയുടെ നേതാവ് നിലയിൽ PJ ജോസഫ് സാർ പ്രസംഗിക്കുന്നു. പിന്നെ ഉടനെ ചാടിക്കയറി എന്തിനാ? അത് പാർട്ടിയുടെ അഭിപ്രായമല്ലേ? അഭിപ്രായ വ്യത്യാസം വല്ലതും പറഞ്ഞോ? ആന്റണി രാജു പറയണം. UDF യോഗത്തിൽ ജോസ് കെ മാണി PJ ജോസഫ് സാർ 2 സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് ഒന്ന് മതിയെന്ന് പറഞ്ഞോ? അല്ല, പക്ഷേ അത് ആവശ്യപ്പെടാൻ PJ ജോസഫേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാധ്യമങ്ങളോട് പറയാൻ PJ ജോസഫേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം PJ ജോസഫിന്റെ മാത്രം ആവശ്യം എന്ന മട്ടിൽ തന്നെയാണ് UDF-നുള്ളിൽ ധാരണയായിരിക്കുന്നത്, UDF ധരിച്ചിരിക്കുന്നത്, പുറത്ത് മാധ്യമ പ്രവർത്തകരും ധരിച്ചിരിക്കുന്നത്. കാരണം ഈ വിഷയം അവതരിപ്പിക്കാൻ തൽക്കാലം PJ ജോസഫേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാൻ അടിവരയിട്ട് പറയുന്നു,
ഒരു കാരണവശാലും ഇത് പി ജെ സാറിന്റെ മാത്രം ഒരൊറ്റ കാര്യം കൂടി ഞാൻ ശ്രീ സ്റ്റീഫൻ ജോർജ് ഒറ്റ കാര്യം കൂടി പറയട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞു ഈ യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് പി ജെ ജോസഫിന് അഭിപ്രായമില്ല എന്ന്. പക്ഷേ ഈ യാത്രയ്ക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നാണ് ഇന്നും പി ജെ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും അല്ലെന്നേ, രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം അവിടെ വന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടതാണല്ലോ. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു, കേരളത്തിലെ ചാനലുകളെല്ലാം കേട്ടു, ജനങ്ങൾ കേട്ടു. വളരെ ഭംഗിയായിട്ട് യാത്രയെക്കുറിച്ച് പറഞ്ഞല്ലോ, അഭിനന്ദിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിച്ച ആളല്ലേ, ഇതിനുവേണ്ടി ക്യാമ്പിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞ ആളല്ലേ. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില രാഷ്ട്രീയ കക്ഷികളുടെ ആഗ്രഹമാണ് ഈ കേരള കോൺഗ്രസ് ഒന്ന് പിളർത്തിക്കാണാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അവരുടെ അനാവശ്യമായ ആഗ്രഹവും അത്യാഗ്രഹവും മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ശ്രീ ആന്റണി രാജു, ഈ ആശയക്കുഴപ്പമെല്ലാം പിന്നെ എങ്ങനെ ഉണ്ടാവുന്നതാണ്? കാരണം ഈ ഒരു വിഷയത്തിൽ പി ജെ ജോസഫിന്റെ അഭിപ്രായം അത് പി ജെ ജോസഫ് തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പി ജെ ജോസഫിന് ഈ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ഈ യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് പി ജെ ജോസഫിന് ഉള്ളത് എന്നത് കെ എം മാണിക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾ പറഞ്ഞിട്ട് വേണോ? പക്ഷെ പി ജെ ജോസഫ് അത് പറയുന്നില്ലല്ലോ. അല്ല, ഇത് സ്റ്റീഫൻ ജോർജിന് മാത്രമാണ് ഇത് മനസ്സിലാകാത്തത്. ഈ രാജ്യത്തെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ഞങ്ങളാരും പറഞ്ഞ ആക്ഷേപമല്ല. ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് പറഞ്ഞെന്താ, ഇത് പി ജെ ജോസഫ് സാറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ജോസ് കെ മാണി യാത്ര നടത്താൻ തീരുമാനിച്ചു. പക്ഷേ പി ജെ ജോസഫ് സാർ 3 ദിവസം മുമ്പ് പറഞ്ഞതെന്താ, അദ്ദേഹം പറഞ്ഞ സെന്റൻസ് ഞാൻ പറയാം, പാർട്ടിയിൽ ചർച്ച കൂടാതെയാണ് ഈ ജോസ് കെ മാണിയുടെ യാത്ര നടത്തുന്നത് എന്നുള്ള വാക്ക് പി ജെ ജോസഫ് സാർ പറഞ്ഞതാണ്. ഇനി ഇവിടെ സ്റ്റീഫൻ ജോർജ് ചോദിച്ചു, ഈ ലയനത്തിന്റെ ഗുണമെല്ലാം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പി ജെ ജോസഫ് സാർ പറഞ്ഞിട്ടുണ്ടോ? പി ജെ ജോസഫ് സാർ പറഞ്ഞ സെന്റൻസ് എന്താ, മാണിയുമായിട്ടുള്ള ലയനത്തിന്റെ ഗുണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, ഈ യാത്ര പരാജയപ്പെടാനുള്ള കാരണം പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പി ജെ ജോസഫ് സാർ പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള മറുപടിയാണ് ശ്രീ സ്റ്റീഫൻ ജോർജ് പറയുന്നത്. അതിനകത്ത് ഞങ്ങളുടെ പേര് ഇടയ്ക്കിടയ്ക്ക് തിരികേണ്ട കാര്യമില്ല. നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ പാർട്ടിക്ക് അകത്ത് പറയണം, പക്ഷേ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ പുറത്ത് പറയണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് അത് അഭിപ്രായ ഭിന്നതയില്ല എന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞാൽ പോരാ, പി ജെ ജോസഫ് സാർ പറയട്ടെ. അദ്ദേഹം ഇന്ന് ഗാന്ധി സ്റ്റഡി സെന്റർ പേര് നടത്തിയ ഉപവാസ യജ്ഞത്തിൽ മാണി സാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ രാഹുൽ ഗാന്ധിയെ കാണാൻ മാണി സാറിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നോ? പി ജെ ജോസഫ് സാർ ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിൽ കഴിഞ്ഞ മാസം തൊടുപുഴ 6 ദിവസം നീണ്ടുനിന്ന കാർഷിക മേള നടത്തി. ജോസ് കെ മാണിയെ ക്ഷണിച്ചപ്പോൾ ജോസ് കെ മാണി പറഞ്ഞു, എനിക്ക് വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. മാണി സാർ ജനുവരി 2-ാം തീയതി പോകാമെന്ന് പറഞ്ഞു, അദ്ദേഹം പോയില്ല. ഇതൊക്കെ ആ പാർട്ടിയിലെ ഭിന്നതയല്ല, പിന്നെ എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംശയവും വേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് 2 പാർട്ടിയായി വഴിപിരിയും. അവർ UDF നിൽക്കുമോ LDF നിൽക്കുമോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇത് 2 പാർട്ടിയായി. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ പി ജെ ജോസഫ് സാർ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം അതിന് പച്ചക്കൊടിയും കാട്ടിയിട്ടുണ്ട്. 2 പാർട്ടിയായിട്ടല്ലാതെ ഒരു പാർട്ടിയായിട്ട് ഇനി പോകാൻ കഴിയില്ല, എത്ര വിചാരിച്ചാലും. പക്ഷേ ശ്രീ ആന്റണി രാജു, അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യതയുണ്ടല്ലോ, നിങ്ങൾക്കൊപ്പം പി ജെ ജോസഫ് നിൽക്കാനുള്ള ഒരു സാധ്യതയില്ലേ? കാരണം നിങ്ങളെല്ലാം ഒരു പാർട്ടി ആയിരുന്നല്ലോ. അല്ല, പി ജെ ജോസഫ് സാർ തന്നെ കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറഞ്ഞതെന്താ, കേരള കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പും യോജിപ്പും ഒന്നും പുതിയ കാര്യമല്ല. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുമായി യോജിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. ഇതെന്റെ വാക്കുകളല്ല, ഞാൻ പറഞ്ഞെങ്കിൽ സ്റ്റീഫൻ ജോർജിന് എന്നെ ആക്രമിക്കാം. പക്ഷേ പി ജെ ജോസഫ് സാർ പറഞ്ഞുള്ള മറുപടി എന്താ നിങ്ങൾ പറയാത്തത്? അപ്പോ പി ജെ ജോസഫ് സാറിന്റെ മനസ്സിൽ പി ജെ ജോസഫ് സാറിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ മാണി ഗ്രൂപ്പ് തീരുമാനമെടുത്തതിന്റെ വേദന കൊണ്ട് കഴിഞ്ഞ എത്രയോ നാളുകളായി അദ്ദേഹം അനുഭവിക്കുന്നവർ. മാത്രമല്ല, ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് ഹർഷൻ ചോദിച്ചല്ലോ. ഈ യാത്രയുടെ ഉദ്ദേശം അടുത്ത ഈ ചക്രവർത്തിമാർ അധികാരം കൈമാറുന്നത് പോലെ ജോസ് കെ മാണിയിലേക്ക് ചെങ്കോലും കിരീടവും കൈമാറാൻ പാർട്ടി ചെയർമാനാക്കാൻ മാണി ഗ്രൂപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. ഇല്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് സ്റ്റീഫൻ ജോർജിന് പറയാൻ കഴിയുമോ? ഒരു സംശയവും വേണ്ട, അടുത്ത പാർട്ടി ചെയർമാനായി ശ്രീ ജോസ് കെ മാണിയെ KM മാണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിക്കും. അത് പി ജെ ജോസഫ് സാറിന് അറിയാം. അതൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയിൽ തുടരാൻ ഇനി കഴിയില്ല എന്നുള്ള തീരുമാനം ആ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും എടുത്തിരിക്കുന്നത്. അവർ പി ജെ ജോസഫ് സാറിന് നല്ല പിന്തുണയും കൊടുക്കുന്നുണ്ട്. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഈ ജോസ് കെ മാണി ചെയർമാനാകുന്ന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? അല്ല ഹർഷ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ എന്തിനാണ് കുട പിടിക്കുന്നത്? ജോസ് കെ മാണി ചെയർമാനാകാൻ പോകുന്നു, അതുകൊണ്ട് പി ജെ ജോസഫ് സാർ പാർട്ടിയെ പിളർത്താൻ പോകുന്നു. ഇതൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾക്ക് ഇതൊന്ന് പിളർന്ന് കിട്ടിയാൽ പറ്റുമെങ്കിൽ UDF അവർ കൂടെ വന്ന് ചേരാം.
ഇങ്ങനെ ചില മോഹങ്ങളാ. ഒരു കാര്യം ഞാൻ പറയുന്നത് പിളർന്ന് കിട്ടിയിട്ട് അങ്ങനെ ഞങ്ങളിപ്പോ നടക്കില്ല. അലഞ്ഞിരി ആ നടക്കുകയല്ലേ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇവർ പറയുന്നത്. അല്ല ഞാൻ ആന്റണി രാജു പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ, ഞാനൊന്ന് പറയട്ടെ. അപ്പം അങ്ങനെ അവരുടെ ആഗ്രഹം കൊണ്ട് ഇതിനെ പിളർത്താൻ വേണ്ടി വിളിച്ചു പറയുന്ന ആഗ്രഹം മാത്രമാണ്. അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അശ്വണി ഞാൻ പറയാം. ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ ഇച്ചിരി മുമ്പ് ചാനലിരുന്ന് പറയുന്ന സത്യസന്ധത വേണം. പി.ജെ. ജോസഫ് സാർ ജോസ് കെ മാണിയെ വിളിച്ചപ്പോൾ എനിക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞെന്ന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയല്ലേ ആ വാക്ക്? ജോസ് കെ മാണി പറയുകയല്ലെന്ന് കേരളത്തിൽ ജോസ് കെ മാണി എന്തുകൊണ്ടാണ് പരിപാടി പങ്കെടുക്കാഞ്ഞ്? ഇവിടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാറ് പാർലമെൻറ്റിൽ ഒരു വോട്ടിങ്ങിന് പങ്കെടുത്തില്ലെന്ന് പറഞ്ഞുണ്ടായ വിവാദം നമുക്കറിയാമല്ലോ. അവിടെ മുത്തലാഖ് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ ബില്ല് ചർച്ച ചെയ്യണ്ടേ? അത് നോട്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ അതിനെപ്പറ്റി ആന്റണി രാജു എന്ന് പറയും, ഇതാ ജോസ് കെ മാണി പാർലമെൻറ്റിൽ പോയില്ല. നമുക്ക് ജനങ്ങളുടെ പ്രതിബദ്ധതയില്ലേ? അതിനുവേണ്ടി പി.ജെ. ജോസഫ് സാറിനോട് ജോസ് കെ മാണി പറഞ്ഞു, സാർ എനിക്ക് അവിടെ പാർലമെൻറ്റിലെ ബില്ല്, ഈ മുത്തലാഖ് ബില്ല് പ്രധാനപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാത്തത്, എൻ്റെ എല്ലാ ആശംസയുണ്ട് എന്ന് വിനയത്തോടെ പറയുക ചെയ്തത്. അതുപോലെ തന്നെ ജോസ് കെ മാണി പോയി നേരിട്ട് നമ്മുടെ ജോസഫ് സാറിനെ കണ്ട് നമ്മുടെ യാത്ര തീർച്ചയായിട്ടും സമയത്ത് തന്നെ എത്തിച്ചേരണം, സാറ് വേണം പതാക തന്ന് അനുഗ്രഹിക്കാൻ. അത് സന്തോഷമായിട്ട് വന്നു. അതല്ലാതെ ഇവിടെ ഇവർ ഈ പറയുന്നത് പോലെയോ ചില ചാനലുകളും ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും ഞാൻ പറയാം എന്നെ ഒരു കാര്യം കൂടെ കേക്ക്. എന്നെ ഈ ആന്റണി രാജു പറഞ്ഞല്ലോ പി.ജെ. ജോസഫ് സാർ ഒന്നും പറയാത്ത ആളാ എന്നൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് വലിയ പ്രശ്നമാണ് പിള്ളേരും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കേരള കോൺഗ്രസ് UDF വിട്ടുന്ന സമയം ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ? ആ സമയത്ത് തൊടുപുഴയിലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ്, ഒരു പൊതുകാര്യത്തിന് വേണ്ടി നടത്തിയ മീറ്റിംഗ്, അതൊക്കെ അതിലെ പോയപ്പോൾ വണ്ടി നിർത്തി അവിടെ കയറി പ്രസംഗിച്ചു. വലിയ വാർത്തയായിരുന്നു. അന്ന് ഇവരെന്നാ പറഞ്ഞേ, പിളർന്നു, കേരള കോൺഗ്രസ് പിളർന്നു. ജോസഫ് സാർ അങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയാനുസരിച്ച് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതൊരു നേതാവാണ്, ഞങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ് ജോസഫ് സാർ. അദ്ദേഹം അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറയും, ചില കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടൊന്നും ഈ പാർട്ടി പ്രശ്നമുണ്ടെന്നോ അതൊന്നും പാർട്ടി പ്രവർത്തനമാണോ എന്നൊന്നും പറഞ്ഞാൽ, ഈ ചാനലിൽ നിന്ന് പറഞ്ഞാലൊന്നും കേരളത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഈ പാർട്ടി വളരുമെന്ന്. ഈ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും, അത് ഇരിക്കും, ചർച്ച ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, മാനസ ഇച്ചിരി മുമ്പ് പറഞ്ഞല്ലോ, മാനസാറിന്റെ സർക്കാരിന്റെ കാലത്ത് ഇപ്പൊ പിളരും എന്ന മട്ടിൽ നിന്നതാണല്ലോ. ആ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിലെല്ലാം താങ്കളുടെ റോൾ വരെ വളരെ കൃത്യമായി നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആ ഘട്ടത്തിലൊന്നും ആ പറഞ്ഞ പിളർപ്പുണ്ടായില്ല. അത് അപ്പോഴുണ്ടാവാത്ത പിളർപ്പിന്റെ ഇപ്പോഴെന്തിനുണ്ടാവാനാണ്? അല്ല, അന്ന് പി.ജെ. ജോസഫ് സാറോ മറ്റാരെങ്കിലുമോ പാർട്ടി പിളരുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി പോകുന്നെന്ന് ആരും പറഞ്ഞിട്ടില്ല. അന്ന് പാർട്ടിക്ക് അകത്തുള്ള അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് അന്ന് കോൺഗ്രസുമായി കസ്തൂരിരംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയിലാണ് കേരള കോൺഗ്രസ് പാർട്ടി നിലപാടെടുക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ പാർട്ടിക്ക് അകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നമല്ല അത്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നമാണെന്ന് പറയുന്നത് ഞങ്ങളല്ല, മാധ്യമങ്ങളല്ല. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് സാർ പരസ്യമായി നടത്തിയ പ്രതികരണമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. എന്തുകൊണ്ട് പി. ജോസ് സാറിനെ ബോധ്യപ്പെടുത്താൻ ശ്രീ സ്റ്റീവൻ ജോർജിനും കെ.എം. മാണി സാറിനും ജോസ് കെ മാണിക്കും കഴിയുന്നില്ല? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബവാഴ്ചക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇനി പലർക്കും ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞങ്ങളിത് നേരത്തെ ഉന്നയിച്ചപ്പോൾ പലരും സമ്മതിച്ചില്ലല്ലോ കുടുംബവാഴ്ചയുടെ കാര്യം. ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും, കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും 1.5 വർഷം ബാക്കി നിൽക്കുമ്പോൾ ഒരു ലോക്സഭാംഗം രാജിവെച്ച് ഒരു രാജ്യസഭാംഗമായ ചരിത്രമുണ്ടോ? ഒരു മണ്ഡലത്തെ അനാഥമാക്കി കേരള കോൺഗ്രസ് പോലുള്ള ചെറിയ പാർട്ടിയിൽ 1-2 പേർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് പാർലമെന്റിലേക്ക് പോകാൻ. ആ പാർലമെന്റിലേക്ക് പോലുള്ള അവസരം പോലും ഒരേ സമയത്ത് രാജിവെച്ച് അനാഥമാക്കി 2ാമത്തെ സ്ഥാനം പോലും മകന് കൊടുത്തൊരു പാർട്ടി ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു മുത്തലാഖിന്റെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഡൽഹിയിൽ നിന്നതെന്ന്. മുത്തലാഖിന്റെ ചർച്ചയിൽ ജോസ് കെ മാണി എണീറ്റ് മുണ്ടൊടുക്കാനെങ്കിലും എണീറ്റ് രാജ്യസഭയിൽ നിന്നോ ലോക്സഭയിലെ അത് നിങ്ങൾ മാത്രമേ പറയുള്ളൂ. ഏതായാലും ജോസ് കെ മാണി എന്റെ ആന്റണി രാജു, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാൻ സംസാരിച്ച് കഴിയട്ടെ. ജോസ് കെ മാണി മുത്തലാഖ് വിഷയത്തിൽ പാർലമെന്റിൽ ജോസ് കെ മാണി സംസാരിച്ചായിട്ട് ഒരു വാർത്ത, ഒരു സെന്റൻസ് പാർലമെന്റ് റെക്കോർഡിൽ അങ്ങേ കാണിക്കാൻ ഇത് ആരെ ബോധ്യപ്പെടുത്താനാ പറയുന്നത്? തൊടുപുഴയിലെ കാർഷിക ജോസ് കെ മാണി പങ്കെടുത്തില്ല, കെ എം മാണി പങ്കെടുത്തില്ല. ഇന്നത്തെ ഈ പരിപാടി കെ എം മാണി പങ്കെടുത്തില്ല. നിർത്താവോ? അല്ല, സ്റ്റീവൻ ജോർജ് പങ്കെടുത്തില്ലല്ലോ.
ഇന്നത്തെ ഈ പരിപാടിയിൽ ഇന്നത്തെ നിങ്ങളുടെ പാർട്ടി തീരുമാനമാണെങ്കിൽ നിങ്ങളുടെ മാണി ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെല്ലാം എന്തുകൊണ്ട് ഇന്ന് ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത നിയമസഭയിൽ ഉണ്ടായിരുന്ന ഈ ജോസ് കെ മാണിയുടെ യാത്രയോട് വിയോജിപ്പുള്ള CF തോമസ് അല്ലാതെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പങ്കെടുക്കേണ്ട റോഷി അഗസ്റ്റിൻ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇന്നെന്തിനാ അദ്ദേഹം കാസർഗോഡ് പോയത്? അപ്പോൾ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ജനങ്ങൾക്കറിയാം. ഇത് നിങ്ങളുടെ പാർട്ടി കാസർഗോഡ് നിന്ന് ജാഥ ആരംഭിച്ചപ്പോൾ മുതൽ റോഷി ആ കൂടെയാണ്, നിങ്ങൾ പരിശോധിക്കണം. അതിനുശേഷം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആ കൂടെയാണ്. കേരള സെക്രട്ടറിമാരുണ്ട്. തീർച്ചയായും എന്തായാലും ഈ തർക്കങ്ങൾ ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് സജീവമാകുന്നത് ഈ 2 സീറ്റ് എന്നതിലാണല്ലോ. ശ്രീ NP ചേക്കുട്ടി, ഈ 2 സീറ്റ് എന്നത് സീരിയസ് ആയി ചോദിക്കുന്നതാണോ? ഈ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുമോ? ഈ ചാലക്കുടിയോ ഇടുക്കിയോ കിട്ടുന്നതിലേക്ക്, അല്ലെങ്കിൽ ആ 2 സീറ്റുകൾ കൂടി കേരള കോൺഗ്രസിന് കൊടുത്തേക്കാമെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അങ്ങനെ ഒരു സാധ്യത ഇല്ല. കാരണം വെച്ചാൽ കേരള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് അങ്ങനൊരു ശക്തമായിട്ടുള്ള ആവശ്യം ഇതുവരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ പോരാട്ടങ്ങളെക്കാൾ പ്രധാനം പരമാവധി സീറ്റുകൾ കോൺഗ്രസിൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് പരമാവധി ആളുകളെ വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ ശക്തി കൂടുതൽ ശക്തമാക്കിയാൽ മാത്രമേ അവർക്ക് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പുഷ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം വരാൻ പോകുന്ന പാർലമെൻറ്റിൽ കോൺഗ്രസിന് ഒരു ഭൂരിപക്ഷമൊന്നും കിട്ടാൻ പോലില്ല. കോൺഗ്രസ് പല കക്ഷികൾക്കിടയിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരിക്കും. സ്വാഭാവികമായിട്ടും എത്രമാത്രം കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റിലേക്ക് ജയിച്ചു വരുന്നോ അതാണ് കോൺഗ്രസിന്റെ വിജയ സാധ്യത അതിനകത്താ കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഡീഷണൽ ആയിട്ട് സീറ്റ് കൂടെ നിൽക്കുന്ന കക്ഷികൾ കൊടുക്കാനും അവരുടെ പരസ്പരമുള്ള സംഘർഷത്തിന്റെ പേരിൽ ആ സീറ്റുകൾ നഷ്ടപ്പെടാനും ഒന്നും കോൺഗ്രസ് തയ്യാറാവില്ല. ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് അഡീഷണൽ സീറ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം മാണിയും മാണിയുടെ കുടുംബവും തമ്മിലുള്ള ഇടപാടുകളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സ്ഥാനവും കിട്ടുന്നില്ല. പ്രത്യേകിച്ചും ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ തോതിലുള്ള എന്താ പറയുക ഇറലവൻ്റ് ആകുകയാണ്. പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം കേരള കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രസൻസ് തന്നെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമമെന്നതിനപ്പുറം ഈ ഗൗരവത്തോടുകൂടി കേരള കോൺഗ്രസ് അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കാനും പോണില്ല. ഇനി അഥവാ ഉന്നയിച്ചാൽ പോലും കോൺഗ്രസ് കൊടുക്കാനും പോണില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇതൊരു ഉറച്ച ആവശ്യമാണോ, അതോ തൽക്കാലത്തേക്ക് പി ജെ ജോസഫിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പി ജെ ജോസഫ് ഇങ്ങനെ വന്ന് ചെവിയിൽ പറയുമ്പോൾ മാണി സാർ അതിന് തലയാട്ടുന്നു എന്നേ ഉള്ളൂ? അല്ല, പി ജെ ജോസഫ് സാർ പറയുന്ന കാര്യം മാണി സാർ ഈൽഡ് ചെയ്യുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇവരാരെങ്കിലും പറയുന്ന പോലെ വഴക്കുണ്ടോ? അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ അസംതൃപ്തി കാണിക്കുകയല്ലേ? കാണിച്ചില്ലല്ലോ. അവർ സഹോദരങ്ങളെ പോലെയാണ് പെരുമാറുന്ന കാര്യം പറയുമ്പം പുറത്തുള്ളവർക്കെല്ലാം വലിയ പ്രശ്നമാണ്, അവർ തമ്മിൽ വഴക്കാന്നാണ് പറയുന്നത്. ഒരു വഴക്കുമില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. കുറേ സമയ സംസാരത്തിൽ ഇതെല്ലാം ഈ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനം മുഴുവൻ മാണി സാറിൻ്റെ കുടുംബത്തിനാണെന്നാണോ പറയുന്നത്? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ 2001 MLA ആളാണ്. എന്നോടൊപ്പം MLA ആയത് അന്ന് തോമസ് ഉണ്ണിയാണ്, ഞാൻ റോഷി അഗസ്റ്റിനെല്ലാം ആ ടീമിൽ MLA ആയവരാണ്. ഇതെല്ലാം ഞങ്ങളെല്ലാം മാണി സാർ കുടുംബക്കാരാണോ? 964 മുതൽ ഇങ്ങോട്ട് എടുത്താൽ എത്രയോ MLA മാരെ MP മാരെ ഈ പാർട്ടി സൃഷ്ടിച്ചു. അതെല്ലാം മാണി സാറിന്റെ കുടുംബക്കാരാണോ? കുടുംബക്കാർക്ക് വേണ്ടി മാത്രം മാണി സാറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഈ സ്ഥാനത്തേക്കൊക്കെ കടന്നു വരാനും ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പങ്കെടുക്കാനും കഴിയുന്ന ഒരാൾ ഉയർന്നു വരുമ്പോഴാണ് പ്രശ്നം. അതുവരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അതോടെ അവസാനിച്ചു. അതാണ് പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മതി എന്ന് നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനിച്ചു? അതിനുശേഷം ഈ കഴിഞ്ഞ രാജ്യസഭയിലേക്ക് ഒരു അവസരം വന്നപ്പോൾ അത് ജോസ് കെ മാണിയെ തന്നെ വിട്ടുകളയാം എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും കാലം ബാക്കി കിടക്കുകയായിരുന്നല്ലോ ആ മണ്ഡലത്തിൽ, 2 പേർക്ക് അവസരം ലഭിക്കുമായിരുന്നല്ലോ. ഞാൻ അതിന് തന്നെ ഉത്തരം പറയാം. കഴിഞ്ഞ പാർലമെന്റിൽ ഒരു സീറ്റേ ചോദിച്ചുള്ളെന്ന് ആര് പറഞ്ഞു? ശ്രീ ആന്റണി രാജു അല്ലേ പറയുന്നത്? കഴിഞ്ഞ തവണ ഞാൻ പറയാം, കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള, അതായത് കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റ് കേരള കോൺഗ്രസ് ചോദിച്ചില്ല എന്നത് അന്ന് ഒരു വലിയ ചർച്ചയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടത്. അത് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, ഉറച്ചു ചോദിച്ചില്ല, അതിൽ ഉറച്ചു നിന്നില്ല. അതായത് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെടാൻ പോലും തയ്യാറായില്ല. വാ പോയ കൂടാലി പോലെ PC ജോർജ് അന്ന് നടത്തിയൊരു പ്രസ്താവന വെച്ച് കേരള കോൺഗ്രസ് പാർട്ടി 2ാമത് സീറ്റ് ആവശ്യപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ എത്രയോ അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. എന്നെ ഒന്ന് ശ്രമിക്കണം. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇടതുപക്ഷം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ലയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 15 സീറ്റേ ഉള്ളൂ. അന്ന് പറഞ്ഞു കോൺഗ്രസ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഗുണവും ദോഷവും നിങ്ങൾ അനുഭവിച്ചോളണം. ജോസഫ് ഗ്രൂപ്പിനെ ലയിപ്പിച്ചുകൊണ്ട് കിട്ടിയതാ. അതെന്നാ നമ്മൾ 15 സീറ്റിൽ ഒരു സീറ്റ് കൂടുതൽ തന്നില്ല. കേരള കോൺഗ്രസിൻ്റെ കുഴപ്പമാണോ?
ചോദിക്കാഞ്ഞിട്ടാണോ? നമ്പർ 1. 2, ഇടുക്കി സീറ്റും 20 സീറ്റും ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഇരിക്കേണ്ടതാണ്. ആരാണ് കാരണം നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ആണവ കരാറിൻ്റെ സമയത്ത് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മുന്നണി UPA ഗവൺമെൻറ് പിന്തുണ പിൻവലിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പുറകെ നടന്നു ജോസഫ് ഗ്രൂപ്പിൻ്റെ UDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രീ ആന്റണി രാജു ഉൾപ്പെടെ ആ പാർട്ടിയിലുണ്ടെന്ന്. അത് ഗൗരവമേറിയ ചർച്ച നടത്തി. ഇന്നലെ അത് എന്നോട് ഫ്രാൻസിസ് ജോർജ് എൻ്റെ അടുത്ത് സമ്മതിച്ചു ശരിയാണെന്നുള്ള കാര്യം. അന്ന് ജോസഫ് ഗ്രൂപ്പ് ചോദിക്കുന്നത്ര സീറ്റും ഇടുക്കി പാർലമെൻറ്റ് സീറ്റും ഫ്രാൻസിസ് ജോർജിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ കോൺഗ്രസിൻ്റെ സമന്വയനായ ആളുകൾ ഓഫർ ചെയ്തു. എനിക്കറിയാം, ഞാൻ ബഹുമാനപ്പെട്ട മാണി സാറിൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് ഒരു കോൺഗ്രസിൻ്റെ സമന്വയനായ നേതാവ് മാണി സാറിനെ ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നത്. മാണി സാർ പറഞ്ഞ് എനിക്ക് വിരോധമില്ല. അന്ന് ആ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ ഇടുക്കി സീറ്റ് ഉൾപ്പെടെ കേരള കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. 20 അസംബ്ലി സീറ്റുള്ള പാർട്ടിയായി പാർട്ടി മാറുമായിരുന്നു. മാണി സാറിൻ്റെ കുഴപ്പമാണോ ഇത്? ആന്റണി രാജു പറ. എല്ലാ കുഴപ്പവും മാണി സാറിനാണോ? എല്ലാ കുഴപ്പം KM മാണി സാറിൻ്റെ ഗ്രൂപ്പിനാണോ? അപ്പോൾ എല്ലാ കുഴപ്പവും ഞങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പക്ഷേ ഇത് ലയിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ശ്രീ സ്റ്റീഫൻ ജോർജ് പ്രശ്നം? ഇപ്പോഴും ഇത് ലയിച്ചു എന്ന് പറയുമ്പോൾ ലയിച്ചതിന് ശേഷം ഇതുവരെ ഇതൊരു പാർട്ടി എന്ന നിലയ്ക്ക് എപ്പോഴെങ്കിലും നിലകൊണ്ടിട്ടുണ്ടോ? ഓരോ വിഷയം വരുമ്പോഴും PJ ജോസഫിന് ഒരു അഭിപ്രായം, PJ ജോസഫിന് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരു അഭിപ്രായം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മാണിക്കൊപ്പം നിൽക്കുന്നവർക്ക് മറ്റൊരു അഭിപ്രായം. ഇതൊരു പാർട്ടിയായി ഇപ്പോഴും പരുവപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്ലീസ്. ഒരു അവസ്ഥയോടെ എനിക്കിതാ. അതായത് മാണി സാറും CF തോമസ് സാറും കേരള കോൺഗ്രസിൻ്റെ മന്ത്രിമാരായി 2 മന്ത്രിമാരായിരുന്നു. ആ 2 മന്ത്രിമാരുടെ സ്ഥാനത്താണ് കേരള കോൺഗ്രസ് ലയിച്ചപ്പോൾ കിട്ടിയ 2 മന്ത്രി സ്ഥാനം ജോസഫ് സാറും മാണി സാറും ആയത്. എന്ത് അംഗീകാരം നൽകിയില്ലെന്നായി ഈ ആരോപിക്കുന്നത്? 3 സീറ്റോടുകൂടി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒന്ന് ലയിക്കുന്നു. ആ 3 സീറ്റിൻ്റെ സ്ഥാനത്ത് 4 സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് മത്സരിക്കാൻ കിട്ടിയല്ലോ. അത് കടുത്തുരുത്തി പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ആ ലേനം കൊണ്ടാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിൻ്റെ വിക്ടിമാണ് ഞാൻ. എനിക്കൊരു വിഷമമില്ല. ലയിച്ചല്ലോ കേരള കോൺഗ്രസ് ലയിച്ചപ്പോൾ ഞാൻ അക്കാര്യത്തിൽ സംതൃപ്തനാണ്. എൻ്റെ സീറ്റല്ലല്ലോ പ്രശ്നം. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ വർഷങ്ങളോളം ആന്റണി രാജുവിനറിയാം. ഓലു കോൺഗ്രസ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ എത്രയോ വർഷമായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇരിക്കുന്ന സീറ്റാണ്. ഞങ്ങൾ സന്തോഷത്തോടെയല്ലേ മോഹൻ ജോസഫിനെ ജയിപ്പിക്കുന്നത്. ഒരു ഗുണവും കിട്ടിയില്ലെന്ന് ഈ ആരോപിക്കുന്നതിൽ അടിസ്ഥാനമുണ്ടോ? ഞാൻ ഇത്രയും തുറന്ന് പറഞ്ഞില്ലെന്നല്ലേ. ഞാൻ കുറച്ച് തുറന്ന് പറയുക. ഈ തുറന്ന് പറയുന്നതെന്ന് വെച്ചാൽ തുറന്ന ചർച്ച വേണം. കേരള കോൺഗ്രസ്സിന് ഒരുമിച്ച് പോകണം എന്നാഗ്രഹിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന നേതാവാണ് PJ ജോസഫ് സാറ്. ആരും അദ്ദേഹത്തെ അവഗണിക്കുന്നില്ല, ഒരു രംഗത്തും അവഗണിക്കുന്നില്ല. പിന്നെ പുറത്തുനിന്നുള്ള ചില ശക്തികൾ ചില ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവഗണിക്കപ്പെടുന്നു, പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നില്ല, മറ്റു ചിലരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെല്ലാം കാണുന്നത് കേരള കോൺഗ്രസിൻ്റെ 2ാമത്തെ നേതാവായിട്ടാണ് PJ ജോസഫ് സാറിനെ. മാണി സാറ്, PJ ജോസഫ് സാറ്, അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. ചെയർമാൻ സ്ഥാനത്തേക്ക് ഈ ജോസ് കെ മാണി വന്നാലോ? അതെ, ഞാനതല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനം ഈ പാർട്ടി എടുക്കാതെ അയ്യോ ജോസ് കെ മാണി ചെയർമാനാകാൻ പോകുമെന്ന് പറഞ്ഞ് ഞാനത് പറഞ്ഞല്ലോ, നല്ല ഉദാഹരണം പറഞ്ഞല്ലോ. അങ്ങ് റഷ്യയിൽ മഴ പെയ്യുമ്പോൾ എവിടെ കുട പിടിക്കണോ? ആരങ്ങനെ തീരുമാനിച്ചു? ഈ യാത്ര കഴിയുമ്പോഴേ ജോസ് കെ മാണി ചെയർമാനാകുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് മാണി സാറല്ലേ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത്? എന്തെങ്കിലും ലോജിക്കുണ്ടോ ഈ പറയുന്നതിനകത്ത്? നമ്മൾ രാഷ്ട്രീയ ചർച്ച നമ്മൾ ലോജിക്കലായിട്ട് പറയണം. നമ്മൾ നിലനിൽക്കുന്ന ആർഗ്യുമെന്റ് പറയണം. ഈ പ്രശ്നമെല്ലാം ഈ കാര്യമായ പ്രയോജനമില്ല എന്നതും ആന്റണി രാജുവിനുള്ള മറുപടി അല്ല, തീർച്ചയായും അത് PJ ജോസഫിനുള്ള മറുപടിയാണ്. PJ ജോസഫ് മുന്നോട്ട് വച്ച പ്രശ്നങ്ങൾക്കുള്ള മറുപടിയാണ്. തീർച്ചയായും ആ മട്ടിൽ തന്നെയാണ് താങ്കളുടെ ഈ മറുപടിയെ ഗൗരവത്തോടെ കാണുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭിന്നത അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. PJ ജോസഫ് സാർ എവിടെയെങ്കിലും പറഞ്ഞോ ജോസ് കെ മാണി ചെയർമാനാകുന്നില്ല, ആലോചന ഇല്ലാതെ നടക്കുന്ന ഒരു യാത്ര എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. പാർട്ടിയിൽ കൃത്യമായ ആലോചന ഇല്ലാതെ നടക്കുന്ന യാത്ര പരാജയമാണ് എന്നുകൂടി അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് യാത്ര പരാജയമാണെന്നുള്ള അതായത് പരാജയമാവുന്നത് പങ്കാളിത്തം ഇല്ലാതിരിക്കുന്നത് ഈ കൂടിയാലോചന ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആ യാത്രയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ ശ്രീകണ്ഠ മുതലും ഇരിട്ടി മുതൽ ഇന്നലെ നടന്ന ആ കോഴിക്കോട് മുതൽ മലപ്പുറം മുതലുള്ള സമ്മേളനങ്ങൾ മുഴുവൻ അതിഗംഭീരം, വലിയ ജനപ്രാതിനിധ്യം, ഇഷ്യൂ ബേസ്ഡല്ല ഇത്. ശ്രീ ജോസ് കെ മാണി കൊടുക്കുന്ന സ്വീകരണങ്ങൾ അതിഗംഭീരമാണ്. വളരെയേറെ ജനങ്ങൾ ഈ യാത്ര ഏറ്റെടുത്തിരിക്കുന്നു. അതൊന്നും ശരിയല്ല. അങ്ങനെ പറയുന്നത് ആന്റണി രാജു വിട്ടിരുന്നോണ്ട് ചുമ്മാ വെറുതെ പറയുന്നല്ലേ ജോസ് കെ മാണിയുടെ യാത്ര. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മാണിക്കൊപ്പം ഏറ്റവും ഉറച്ചു നിന്നവരാണ് CF തോമസിനെ പോലെയും ജയരാജിനെ പോലെയും ഒക്കെയുള്ള MLA മാർ.
അവർക്ക് നിലപാട് മാറ്റം തോന്നണമെങ്കിൽ ഇതിൽ കൃത്യമായി ഈ പാർട്ടിയുടെ നേതൃത്വം കൈമാറാൻ പോകുന്നു എന്ന സൂചന ലഭിച്ചിട്ടുണ്ടാവണമല്ലോ. അതല്ലാതെ ഈ പറഞ്ഞ 2 സീറ്റ് എന്നത് തൽക്കാലം ഈ പ്രശ്നത്തെ മൂപ്പിക്കാൻ വേണ്ടി ഇതിനുള്ളിൽ തന്നെ സൃഷ്ടിക്കുന്ന ഒരു ഇടപാടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്ത് ഈ നേതാക്കളുടെ കൂറുമാറ്റം എന്നത്, ഈ കെ എം മാണിക്ക് ഒപ്പം നിൽക്കുന്ന നേതാക്കളുടെ മാറ്റം എന്നത് പ്രകടമായി നമുക്ക് മുന്നിലുള്ളപ്പോൾ തീർച്ചയായും അത് ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം തന്നെയല്ലേ? അല്ല, എനിക്കൊരു അവസരം തന്നെ ഞാൻ വരാം. കേരള കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ട് ഒറ്റ കാര്യം, ശ്രീ എൻ പി ചെക്കുട്ടി പറഞ്ഞോളൂ. ഞാൻ വരാം ശ്രീ സ്റ്റീഫൻ ജോർജ്, ഞാൻ വരാം. ഭാവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ട് പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഓരോരുത്തരായിട്ട് രാഷ്ട്രീയമായിട്ട് ഇഗ്നോർ ചെയ്യപ്പെടുന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. അത് നേരത്തെ തന്നെ ആ പാർട്ടിക്കകത്ത് നേരത്തെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പി സി ജോർജിൻ്റെ പിന്നെ ആരോപണങ്ങൾക്ക് പോലും അതിന് അടിസ്ഥാനപരമായ ഒരു കാര്യം, വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് നേതാക്കൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഈവൻ പി ജെ ജോസഫിന് പോലും ആ തരത്തിലുള്ള ഒരു അനാഥത്വം ആ പാർട്ടിക്കകത്ത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജോസഫ് സ്വന്തം അസംതൃപ്തി പരസ്യമായിട്ട് പറയുന്ന സമയത്ത് വളരെ സീനിയർ ആയിട്ടുള്ള മറ്റു പല നേതാക്കളും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ജോസ് കെ മാണിയുടെ കഴിവുകളെ ഒന്നും കുറച്ച് കാണില്ല. അദ്ദേഹം പാർലമെന്റിലൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു വർഷം 1.5 വർഷം സമയം ബാക്കി നിൽക്കെ അത് ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുടെ അനാഥരാക്കിക്കൊണ്ട് എന്താ ജനങ്ങളോട് മറുപടി പറയുക? നിങ്ങൾക്ക് പാർലമെന്റിൽ സ്ഥാനമില്ലാത്ത സമയത്ത്, നിങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ ആളില്ലാത്ത സമയത്ത് അദ്ദേഹം രാജ്യസഭയിൽ പോയിരിക്കുന്നു. ലോക്സഭയിൽ നിന്ന് ഇന്ന് വരെ ചരിത്രത്തിൽ ആരെങ്കിലും രാജ്യസഭയിലേക്ക് മാറിയിരുന്നിട്ടുണ്ടോ? ലോകസഭയിൽ സ്ഥാനമുള്ള ആള്, ലോകസഭയാണ് പ്രധാനപ്പെട്ട സഭ, ഏറ്റവും കൂടുതൽ ജനസമ്പർക്കമുള്ള സഭ. ആ സഭ ഒഴിവാക്കി മറ്റൊരാളെ പോവുക, തനിക്ക് അധികാരവും പദവിയും കൂടുതൽ കാലം നിലനിൽക്കണം എന്നുള്ള നിലയിൽ തൻ്റെ താല്പര്യങ്ങളിലേക്ക് മാത്രമായിട്ട് പാർട്ടി ഒതുങ്ങുന്നു. പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ കെ എം മാണി അതിന് പൂർണ്ണമായിട്ടും വിധേയനാവുന്നു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരള കോൺഗ്രസിന്റെ അടിത്തറ തകർക്കും. ജനങ്ങൾക്കിടയിൽ കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്ന എന്താ പറയുക ഒരു റെസ്പെക്ട് ഇല്ലായ്മ ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ആ ഒരു പിന്നെ കച്ചവട സംഘത്തിൽ നിന്ന് മാറാനും രാഷ്ട്രീയമായ തങ്ങളുടെ പുതിയ മേഖലകൾ തേടാനും ജനസമ്പർക്കമുള്ള നേതാക്കൾ തയ്യാറാവും. അതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതൽ രൂക്ഷമായുള്ള എല്ലാ സാധ്യതയും UDF-നൊപ്പം തന്നെ നിൽക്കാനാണ് പി ജെ ജോസഫിന്റെ തീരുമാനം എന്നാണ് ഇപ്പോൾ LDF-നൊപ്പമുള്ള ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ആന്റണി രാജു അടക്കം പറയുന്നത്. മാത്രമല്ല പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ള ചർച്ച അദ്ദേഹം UDF-നുള്ളിൽ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പാർട്ടി പിളരുകയും അദ്ദേഹം UDF-നൊപ്പം തുടരാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് മാണിക്കൊപ്പം നിൽക്കുന്ന കൂടുതൽ നേതാക്കൾക്ക് ജോസഫിനൊപ്പം വരാൻ, അതായത് UDF-ൽ തന്നെ നിൽക്കാൻ താല്പര്യമുള്ള കൂടുതൽ നേതാക്കൾക്ക് പി ജെ ജോസഫിനൊപ്പം നിൽക്കാനുള്ള ഒരു പ്രേരണ കൂടിയാവില്ലേ ആ തീരുമാനം? തീർച്ചയായും അത് ഒരു UDF-നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. UDF-ൽ നിന്ന് ഒരാൾ വിട്ടുപോകുന്നത് ഇന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും പി ജെ ജോസഫിന് കേരള കോൺഗ്രസ് മാണിയുടെ കൂടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആ ജോസഫിന് സെപ്പറേറ്റ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ അവർ തയ്യാറാവും. അത് കേരള കോൺഗ്രസിൻ്റെ ആവശ്യം മാത്രമല്ല, ജോസഫിൻ്റെ ആവശ്യം മാത്രമല്ല, കോൺഗ്രസിൻ്റെ കൂടെ ആവശ്യമാണ്. പരമാവധി ആളുകളെ കൂടെ നിർത്താൻ കോൺഗ്രസ് തയ്യാറാവും. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കും. ആ ഒരു തരത്തിലുള്ള സമീപനമായിരിക്കും ജോസഫിനെ പണക്കാതിരിക്കാനും ജോസഫിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളായിരിക്കും കോൺഗ്രസ് ലീഡർഷിപ്പ് നടത്തുക എന്ന കാര്യത്തിലൊരു സംശയമില്ല. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇത് ഒരു പരിഹാരത്തിലേക്ക് പോകണമെങ്കിൽ കോട്ടയം സീറ്റ് നിങ്ങൾ ജോസഫിനൊപ്പം വന്നവർക്ക് നൽകണം, പി ജെ ജോസഫിനൊപ്പം വന്നവർക്ക് നൽകണം. കോട്ടയം സീറ്റ് ആർക്കായിരിക്കും നൽകുക? പി ജെ ജോസഫിനൊപ്പം വന്ന കേരള കോൺഗ്രസ് നേതാക്കൾക്കായിരിക്കും? അതൊക്കെ ഒരു പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഞാനൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തന നിലയിൽ ഈ ചാനൽ ചർച്ചയിൽ വന്ന് ശരി ഇന്നയാളിനെ കോട്ടയം സീറ്റ് കൊടുത്തേക്കാമെന്ന് എനിക്ക് പറയാൻ എന്നെക്കൊണ്ട് കഴിയുമോ? ആരെ കൊണ്ടെങ്കിലും കഴിയുമോ? അത് പ്രായോഗികമായ ഒരു ചോദ്യമാണോ? അങ്ങനെ കേരള കോൺഗ്രസിനെ, അത് കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? അങ്ങനെ ചർച്ച ചെയ്യട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ടല്ലോ. ഒരു അങ്ങനെ പരിഹരിച്ചാലും ശ്രീ സ്റ്റീഫൻ ജോർജ് അത് മോശമല്ലേ? കാരണം താങ്കളെ പോലെയുള്ള താങ്കളൊക്കെ തീർച്ചയായും ഈ പറഞ്ഞ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നവരാണ് ഈ പാർട്ടിയിൽ. അപ്പോൾ ഈ കോട്ടയം സീറ്റ് അടക്കമുള്ള സീറ്റുകൾക്കുള്ള അർഹത, അങ്ങനെയുള്ള ഒരു പാർലമെന്റിലേക്ക് മത്സരിക്കാനുള്ള അർഹതയൊക്കെ തീർച്ചയായും ഉള്ള ഒരു നേതാവാണ് താങ്കൾ അടക്കമുള്ളവരുള്ളപ്പോൾ ഇത് ജോസഫ് ഗ്രൂപ്പിനൊപ്പം വന്ന നേതാക്കൾക്ക് നൽകിക്കൊണ്ട് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ ജോസ് കെ മാണി ശ്രമിച്ചാൽ അത് ശരിയാകുമോ? നമുക്ക് ഒരു സീറ്റിൽ ഒരാളെ മത്സരിപ്പിക്കാൻ പറ്റൂ.
2 സീറ്റ് കിട്ടിയ 2 ആളെ മത്സരിപ്പിക്കാൻ പറ്റൂ. ഈ പാർട്ടിയിൽ എത്രയോ ആളുകൾ സമർത്ഥന്മാരും അർഹതപ്പെട്ടവരും മിടുക്കന്മാരുമായിട്ടുള്ള ആളുണ്ട്. അത് ഈ പാർട്ടി മാത്രമല്ല, കോൺഗ്രസിലും CPM-ലും എല്ലാം നല്ല ധാരാളം ആളുകൾ. പക്ഷേ സീറ്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്കേ കൊടുക്കാൻ കഴിയൂ. അതൊന്നും നമ്മളത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നത്. രണ്ടാമത് എനിക്ക് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ചർച്ചയ്ക്കകത്ത് അത് പരാമർശിക്കാൻ എനിക്ക് പോകാൻ കഴിയില്ല. കഴിഞ്ഞ ചെറിയ സാങ്കേതിക തകരാറുണ്ട്. വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ NP ചേക്കുട്ടി, സീറ്റ് നിർണയത്തിന് മുൻപ് ഈ പാർട്ടിയിലെ പിളർപ്പ് ഉണ്ടാവാനല്ലേ ഇനി സാധ്യത? കാരണം സീറ്റ് വിഭജനത്തിന് മുമ്പ് പിളർപ്പുണ്ടായാൽ തീർച്ചയായും വലിയ കേരള കോൺഗ്രസിനായിരിക്കും കോട്ടയം സീറ്റിൻ്റെ അവകാശം ഉണ്ടാവുക. ആ വലിയ കേരള കോൺഗ്രസ് PJ ജോസഫിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് ആയിരിക്കുമെന്ന് സ്ഥാപിക്കാനാണ് PJ ജോസഫ് ശ്രമിക്കുന്നത്. 4 MLA-മാർ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അങ്ങനെയെങ്കിൽ PJ ജോസഫ് ഒരു പിളർപ്പിലേക്ക് പോകുന്നെങ്കിൽ അത് ഈ സീറ്റ് വിഭജനത്തിന് മുൻപ് തന്നെ ഉണ്ടാവില്ലേ? അത് എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. കാരണം കോൺഗ്രസുമായിട്ട് PJ ജോസഫ് ഏത് തരത്തിലുള്ള നീക്കുപോക്കുകളെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ദേശീയ ലീഡർഷിപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആന്റണി ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് ജോസഫിന് കൊടുത്തിരിക്കുന്നത്, ആ ഒരു നിലപാടുകളുടെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ജോസഫ് ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുക എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കണ്ടിരിക്കുന്ന സംഗതികളുടെ പശ്ചാത്തലം നോക്കിയാൽ, ജോസഫിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സ്വഭാവവും അവരുടെ പശ്ചാത്തലവും നോക്കിക്കഴിഞ്ഞാൽ ജോസഫ് കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് നീങ്ങാനും ആ സീറ്റിന് വേണ്ടി ശക്തമായിട്ടുള്ള ഒരു ആവശ്യം ക്കാനും തയ്യാറാവും. 2ാമത്തെ സീറ്റ് എന്ന് പറയുന്ന സംഗതി കിട്ടാൻ പോണില്ല. പക്ഷേ 2ാമത്തെ സീറ്റ് ഉന്നയിച്ചുകൊണ്ട് ജോസ് കെ മാണി ഉപേക്ഷിച്ച സീറ്റാണ് കോട്ടയം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോസഫ് ആ സീറ്റിന് വേണ്ടി ആവശ്യപ്പെടും. ജോസഫിന് താല്പര്യമുള്ള ആളുകളോ അതിൽ നിൽക്കണമെന്ന് അദ്ദേഹം അതിന് ഇൻസിസ്റ്റ് ചെയ്യും. കോൺഗ്രസ് അതിനനുസരിച്ചുള്ള ഒരു സമീപനം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് അദ്ദേഹം നീങ്ങിയിരിക്കും. പക്ഷെ അക്കാര്യത്തിൽ ഒരു നിലപാട് ഉണ്ടാവേണ്ടത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. കോൺഗ്രസ് ഇത് അക്കോമഡേഷൻ സാധിക്കുമോ, അല്ലെ രണ്ടുപേരും ഒന്നിച്ചു നിർത്താൻ കഴിയുമോ, പിളർപ്പാണോ രാഷ്ട്രീയമായ പരിഹാരം എന്നതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കാൻ പോകുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിഷയം പക്ഷേ തൽക്കാലം നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു സന്ദേശവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാര്യത്തിൽ. തീർച്ചയായും. ശ്രീ സ്റ്റീഫൻ ജോർജ് വീണ്ടും നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സ്റ്റീഫൻ ജോർജ്, എന്താണ് താങ്കൾ പറഞ്ഞു വന്നത്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചർച്ചയിൽ അത് കേരള കോൺഗ്രസ് ഞങ്ങൾ പിളർത്തി കഴിഞ്ഞോ? എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക, നിങ്ങൾ പിളർത്തിയോ? 2 ചേരിയാക്കിയോ? അതായത് കഴിഞ്ഞ 50 വർഷമായിട്ട് എല്ലാ പിളർപ്പിലും വേദനകളിലും മാണിസാറിൻ്റെ ഒപ്പം നിൽക്കുന്ന CF സാറ്, ഞങ്ങൾ ബഹുമാനിക്കുന്ന ആദർശധീരനായ CF സാറ് മാണിസാറിനെ വിട്ട് പോകുന്നതാണോ നിങ്ങൾ ഈ ചർച്ചയ്ക്കകത്ത് പറയുന്നത്? എനിക്ക് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്. അദ്ദേഹം നല്ല മനുഷ്യനാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ് CF തോമസ് സാർ. അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. എന്ത് സംഭവിക്കാം? കേരള കോൺഗ്രസ് അത് അങ്ങനെ 50 വർഷമായിട്ട് കൂടെ നിൽക്കുകയാണ്. 50 വർഷമായിട്ട് കൂടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജയരാജ് ഇന്ന് ആ പ്രാർത്ഥനയായിട്ട് പോയത് പാർട്ടി ധികരിച്ചു പോയതാണെന്നാണ് നിങ്ങൾ ധരിച്ചേക്കുന്നത്. അവിടെ എത്രയോ പേര് പോയി കേരള കോൺഗ്രസ് ഉറപ്പിച്ചു പറയാം, വ്യക്തമായി പറയാം, മാണിസാറിനൊപ്പം നിൽക്കുന്നവർക്ക് തന്നെയുള്ള അഭിപ്രായം ഈ മാണിസാർ പോലുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ ജോസ് കെ മാണിയാണ്. അതുകൊണ്ട് ജോസ് കെ മാണിയുടെ വിഭാഗം എന്ന് ഇനി പറയുന്നതാണ് ശരി, KM മാണിയുടെ വിഭാഗം എന്നല്ല ഇനി അതിനെ പറയേണ്ടത് എന്നാണ്. അത് നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ അല്ലേ ഉള്ളൂ. ജോസ് കെ മാണി യാത്ര ചെയ്യുമ്പോൾ ചെയർമാനാകാൻ പോകുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ ഉള്ളൂ ഈ ആക്ഷേപങ്ങളൊക്കെ. അങ്ങനെ ഈ കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് നല്ല ജനാധിപത്യ പാർട്ടിയാണ്, ഇതിനകത്ത് നല്ല ചർച്ച നടക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ചും ചർച്ച ചെയ്തുമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പല തീരുമാനങ്ങളും ഞങ്ങൾ എടുക്കാത്ത, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാതെ പോകുന്നുണ്ട്. അങ്ങ് എടുത്ത് പോയാൽ പോരെ. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി പല തീരുമാനങ്ങളും മാറ്റിവെക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഇന്ന് പ്രാർത്ഥനാ യജ്ഞത്തിന് അവിടെ പോയവരെല്ലാം അത് PJ ജോസഫിൻ്റെ ഗ്രൂപ്പ് അത് പിളർന്നിരിക്കുന്നു. വളരെ തെറ്റായ ഒരു കാര്യമാകട്ടോ. ഒരു അടിസ്ഥാനമില്ല. അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. കുറുപ്പ് സാറിൻ്റെ മകൻ കേരള കോൺഗ്രസിന് വേണ്ടി ദീർഘനാൾ സേവനം ചെയ്ത ആളാണ് കുറുപ്പ് സാറിൻ്റെ മോനാണ് ജയരാജ് MLA. അവിടെ പ്രാർത്ഥന യജ്ഞത്തിന് പോയാൽ മാണിസാറിൻ്റെ അനുവാദം ഇല്ലാതെ പോകും നിങ്ങൾ കരുതുന്നുണ്ടോ? അവിടെ തിരുവനന്തപുരത്തുള്ള എല്ലാ നേതാക്കളും പോയി. ആ നേതാക്കളെല്ലാം ജോസഫ് ഗ്രൂപ്പാണ്. നിങ്ങൾ ഈ ചർച്ചയിൽ ചിത്രീകരിച്ചാൽ എന്താണ് സ്ഥിതി? ഇതൊക്കെ എത്രയോ തെറ്റായ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സംഭവം ഈ പാർട്ടിയിലില്ല. അങ്ങനെ അറിയാൻ മേലാതെ അകലെ നിന്ന് കാണുന്നവരുടെ അഭിപ്രായം മാത്രമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയൂ. ഈ കേരള കോൺഗ്രസ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ പാർട്ടി പിളരില്ല, പിളരാനുള്ള സാഹചര്യമില്ല.
എല്ലാവരും പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്നത്. ആകെ ഉണ്ടായ ഒരു കാര്യം കേരള കോൺഗ്രസിന് 2 പാർലമെൻറ്റ് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ജോസഫ് സാർ ആവശ്യപ്പെട്ടു. അത് കേരള കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. പി ജെ ജോസഫ് സാർ മാത്രമല്ല, മാണി സാറും ഇന്ന് ജോസ് കെ മാണി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലപ്പുറത്ത്. എത്ര ദൂരം ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അങ്ങനെയാണെങ്കിൽ? അങ്ങ് അറ്റം വരെ പോവും. അത് പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങ് അറ്റം വരെ പോവും. ഞങ്ങൾക്ക് ആ സീറ്റ് കിട്ടിയിരിക്കും. ഞങ്ങൾ മത്സരിക്കുകയും ചർച്ചയ്ക്ക് ആദ്യം ഞാൻ പറഞ്ഞതാണ്, ആ 2 സീറ്റ് കിട്ടിയിരിക്കും. ആ 2 വിജയിക്കുന്ന സീറ്റായിരിക്കും. ആ 2 സീറ്റിലും ഉമ്മൻചാണ്ടി എങ്ങാനും ഇടുക്കിയിൽ വന്നാലോ? അല്ല, ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നേരത്തെ ശ്രീ എൻ പി ചെക്കുട്ടി പറഞ്ഞത് വ്യക്തമായി കാണുമല്ലോ. കോൺഗ്രസ് അതിന്റെ പരമാവധി സീറ്റുകൾ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷയുമുണ്ട്. ആ ഘട്ടത്തിൽ അവർക്ക് വിജയപ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങൾ, അതായത് ഒരുപക്ഷെ ഇനി ഉമ്മൻചാണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടുക്കിയിലും അവർ വിജയപ്രതീക്ഷയിലാണ്, ചാലക്കുടിയിലും അവർ വിജയപ്രതീക്ഷയിലാണ്. അങ്ങനെ വേണമെങ്കിൽ വിജയിച്ചു വരാമെന്ന് അവർ കരുതുന്ന 2 മണ്ഡലങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ജയിച്ചാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാ? പറയാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്യുന്ന ആരാ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് എന്ന കോൺഗ്രസിൻ്റെ ഭരണം വരാനുള്ളതാണ്, മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് പറയാൻ പോലും കഴിയുമോ? അത് മുസ്ലിം ലീഗിലും കേരള കോൺഗ്രസും കോൺഗ്രസും ഒത്തുചേർന്ന് നിൽക്കുന്ന പാർട്ടികളാണ്. അവിടെ ഡൽഹി പോയാലും ഞങ്ങൾ കൈവെക്കുന്ന ആർക്കാ? കോൺഗ്രസിന് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചല്ലോ, കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് അവകാശപ്പെടാവുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ ജോസഫ് വിഭാഗത്തിന് അനുഭാവപൂർവ്വം ഇങ്ങനെ നിങ്ങൾ ഈ ചർച്ചകളിൽ മുഴുവൻ മാണി വിഭാഗം ജോസഫ് വിഭാഗത്തിന് അനുവദിച്ചു കൊടുത്ത സൗകര്യങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ചോദിക്കട്ടെ, അതിൽ ഈ കോട്ടയം സീറ്റ് കൂടി ഉൾപ്പെടുമോ? അവകാശപ്പെടാൻ ആർക്കാ ബുദ്ധിമുട്ട്? ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ചോദിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്ക് സീറ്റ് ചോദിക്കാൻ റൈറ്റ് ഉണ്ട്, മത്സരിക്കാൻ റൈറ്റ് ഉണ്ട്, അതൊക്കെ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ പ്രശ്നങ്ങൾ എങ്ങനെയാണ്? അതൊരു പാർട്ടിയാകുമ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യും. അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം ഒരുമിച്ചെടുക്കും. ആ എടുക്കുന്ന തീരുമാനം നടപ്പാക്കും. ആ ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. നടക്കൂലോ? അങ്ങനെ പരാതി ഇല്ലല്ലോ അദ്ദേഹത്തിന്. നടക്കൂലോ? അദ്ദേഹം ആ പരാതി മാധ്യമങ്ങളെ കൂടി അറിയിച്ചതാണല്ലോ. ആ പരാതി അറിയിച്ചതാണ്, അദ്ദേഹത്തിന്റെ പരാതിയാണ്. ചർച്ചയില്ലാതെ നടക്കുന്ന ആ പരാതി അദ്ദേഹം തിരുത്തുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം വളരെ വ്യക്തമല്ലേ, ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് നടത്തുന്ന പ്രാർത്ഥനയിൽ ഒരു രാഷ്ട്രീയ മാനവും ഇല്ല, ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഉണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത് ശ്രീ ആന്റണി രാജു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അഭിപ്രായ വ്യത്യാസം അദ്ദേഹം ഉണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ തീർച്ചയായും. പക്ഷേ ശ്രീ പി ജെ ജോസഫിന്റെ ഓരോ രാഷ്ട്രീയ നീക്കത്തിലും, ഓരോ പിളർപ്പുമായി ബന്ധപ്പെട്ട, വിട്ടുപോകലുമായി ബന്ധപ്പെട്ട എല്ലാ നീക്കത്തിലും പി ജെ ജോസഫ് ആദ്യം മുന്നോട്ട് വെച്ചത് ഗാന്ധി സ്റ്റഡി സെന്ററിനെയാണ്. അദ്ദേഹം ഗാന്ധി സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അതാണ് ഇത്. ഈ മട്ടിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തനങ്ങളെ ഈ മട്ടിൽ കൂടുതൽ കരുത്ത് കൊടുത്ത് അദ്ദേഹം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും മനസ്സിലാക്കുന്നത്. അതൊക്കെ ആന്റണി രാജു ഒരുമിച്ച് നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രീതിയെക്കുറിച്ച് ആന്റണി രാജു പറയുന്നത്. ഇപ്പോൾ കുറേ മാറ്റം വന്നു. അങ്ങനെ ഗാന്ധി സ്റ്റഡീസ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പരിപാടി നടത്തിയ ഉടനെ പിളർപ്പിലേക്കാന്ന് അത് ധരിച്ച് അങ്ങനെ മോഹിച്ച് അങ്ങൊന്നും ഇരിക്കേണ്ട. ആന്റണി രാജു ഡെമോക്രാറ്റിക് ജനാധിപത്യ പാർട്ടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കട്ടെ. അല്ല, അങ്ങനെയുള്ള അവർ ഇതിങ്ങനെ പിളരും എന്ന് ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യേണ്ട. കേരള കോൺഗ്രസ് നല്ല പാർട്ടിയാണ്. കേരള കോൺഗ്രസ് ഒരുമിച്ച് നിന്നാൽ ഒരുപാട് ഗുണങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് നേതാക്കന്മാരെ 64 മുതൽ വാർത്തെടുത്ത പാർട്ടിയാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നവരെല്ലാം ഈ പാർട്ടിയിലൂടെ വന്നവരാണ്. അതുകൊണ്ട് ഇത് പിളരാതിരിക്കട്ടെ, പിളരാനുള്ള ശ്രമം നടത്താതിരിക്കട്ടെ. അത്തരം ചർച്ചകൾ ഒഴിവാക്കുക. പൂർണ്ണമായിട്ടും ഒരുമിച്ച് യോജിച്ചു പോകുന്നൊരു പാർട്ടിയാണ്. അത് ഈ മുന്നണിക്കും നല്ലതാണ്, കേരള ജനതയ്ക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ വീണ്ടും ശക്തമായ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിരിക്കുന്നു എന്നും വ്യക്തമാണ്. ആ അഭിപ്രായ ഭിന്നതകൾ പരസ്യമായി പി ജെ ജോസഫ് അടക്കം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ വന്നിരിക്കുന്നു. കോട്ടയം സീറ്റ് തന്നെയാണ് അടിസ്ഥാനം. കോട്ടയം സീറ്റ് ആർക്ക് ലഭിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒപ്പം ചെയർമാൻ സ്ഥാനത്തേക്ക് ജോസ് കെ മാണി വളരെ പെട്ടെന്ന് കടന്നു വരുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരള കോൺഗ്രസിൽ പിളർപ്പ് വേണോ വേണ്ടയോ എന്ന കാര്യം അറിയുക. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എൻ പി ചെക്കുട്ടി, ശ്രീ ആന്റണി രാജു, ശ്രീ സ്റ്റീഫൻ ജോർജ്. ഇടവേളയ്ക്ക് ശേഷം 24 റൗണ്ട് അപ്പുമായി പ്രവിധ. You are watching 24 from News Headquarters, Kochi.